ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നലെ ഇതുപോലെ നമ്മളൊരു 12 പാനൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെ ഒരു 8 വയസ്സിലെ കുട്ടിക്ക് അത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതുപോലെ സ്കേർട്ട് ടൈപ്പ് നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്രോക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്കേർട്ടായിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർ അടിഭാഗം ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക, അരഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കി നോക്കാം. ഷോൾഡർ ഇവിടെ ഒരു 5 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. നെക്ക് വിഡ്ത്താണ് കേട്ടോ ഈ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3 ഇഞ്ച്, മൊത്തത്തിൽ 5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. ലെങ്ത്ത് 10.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 11 ഇഞ്ചാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആം ഹോൾ കൈക്കുഴി നമ്മൾ ഒരു 4 + 4.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 24 അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 6 + 2 8 ഇഞ്ച് അവിടെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ അവിടെ 21 ഇഞ്ചാണ്. അതിന് 4 ഭാഗം എടുക്കുമ്പോൾ 5.5 + 2 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, 7.5 ഇഞ്ച്. ഇതുപോലെ 1 ഇഞ്ച് ബാക്കിലോട്ട് ഇട്ടിട്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കൈക്കുഴി ആം ഹോളാണ് വരുന്നത്. അതുപോലെ 2.5 ഇഞ്ച് ബാക്ക് നെക്കും 4 ഇഞ്ച് ഫ്രണ്ട് നെക്കും. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്നലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നോർമൽ എന്താ പറയുക വീതി വരുന്നൊരു പാനൽ കട്ടാണ്. അത് വീതി കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചേഞ്ച് വരുത്തേണ്ട ഒരു ഭാഗം ഏതാണ് അറിയുമോ? നമ്മൾ 2.5 ഇഞ്ച് മുകളിലും 5 ഇഞ്ച് താഴത്തുമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 ഇഞ്ചിൻ്റെ സ്ഥാനത്ത് 6 ഇഞ്ചോ 7 ഇഞ്ചോ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലെയറായിട്ട് കിട്ടും കേട്ടോ. ഇതൊരു മീഡിയം സൈസാണ്. ഒരു എലൈൻ കുർത്തി പോലെ നമുക്ക് ഫുൾ കാണുമ്പോൾ തോന്നാം. അപ്പോൾ വീതി എത്രത്തോളം ആഗ്രഹിക്കണോ അവർ ആ 5 ഇഞ്ചിൻ്റെ സ്ഥാനത്ത് 7 ഇഞ്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ വർക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയാത്തത്. അതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. വീട്ടിലൊരു 8 വയസ്സിലെ കുട്ടി, ഒരു മീഡിയം സൈസ് തടിയിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഇതുപോലെ ഒരു ഫ്രോക്ക് ടൈപ്പ് താല്പര്യമില്ല, സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതാ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു സ്കേർട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ കട്ടിങ്ങും മാർക്കിങ്ങും എന്താ പറയുക നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കി നോക്കാം. വർക്ക് മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം അതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ താല്പര്യപ്പെടുന്നത് എന്താ ചോദിച്ചാൽ, ഇന്നലെ ചെയ്ത് വെച്ച പാനൽ കട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടൊരു ഫ്രോക്ക് ആക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉടുപ്പാക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇതാ ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്യണത് കേട്ടോ. തയ്യൽ തുമ്പ് കാണിക്കാത്ത രീതിയിലുള്ള ഷോൾഡർ ജോയിൻ്റാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. നല്ല വശം വെച്ചിട്ട് നിവർത്തി വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് മെത്തേഡാണ് ഷോൾഡറിന് ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഈ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് ഞങ്ങളെ മോള് നിൽക്കുന്നൊരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രോക്കിന് എത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഫ്ലെയർ ഒരു മീഡിയം സൈസാണ്. അപ്പോൾ കൂടുതലായിട്ട് താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ കുട്ടികൾക്കിപ്പോൾ ചോളി എന്താ സ്കേർട്ട് ചെറിയ ക്രോപ്പ് ബ്ലൗസ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണത് നല്ലതാണ്. നല്ല ഭംഗിയിലൊരു ലെഹങ്ക ടൈപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്ങുകൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നെക്കും ഷോൾഡർ ജോയിൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ്ങും
അതുപോലെ വർക്ക് മെറ്റീരിയലും അതുപോലെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പോർഷന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്ലിപ്പായി പോവാണ്ടിരിക്കാനാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതാ ഷേപ്പ് 1 ഇഞ്ച് ഷേപ്പ് വരച്ച് അവിടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് തയ്യൽ തുമ്പൊന്നും ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല, കറക്റ്റായിട്ടുള്ള ഇതാണ് വരുന്നത് അരഭാഗത്ത്. ആ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒരു 3 ഇഞ്ചൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല തയ്യൽ തുമ്പും ഇതൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ആ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും കറക്റ്റായിട്ട് കാണിച്ചത്. ആ 1 ഇഞ്ച് ബാക്ക് ഇട്ടിട്ട് വേണം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ എത്തുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ആ 1 ഇഞ്ചിൻ്റെ ബാക്ക് സൈഡിലോട്ടായിട്ടാണ് നമുക്ക് ആ ഒരു പാനൽ കട്ടിങ് ചെയ്ത പോർഷൻ കിട്ടുന്നത്. കാണാണ്ടോ? ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വരുമ്പോൾ കാണാണ്ട ആ 1 ഇഞ്ചിൻ്റെ പോർഷനിലേക്കാണ് ഇത് വരുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ആവശ്യമില്ല, ഒരു 2.5 ഇഞ്ചിൻ്റെ സ്ഥാനത്ത് ഒരു 3 ഇഞ്ചൊക്കെ കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം തയ്യൽ തുമ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാണ്ടോ? ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് നോക്കി നോക്കാം. അതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാണ്ടോ? താഴത്ത് നമുക്കൊരു മീഡിയം സൈസ് ഫ്ലെയറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ 1 ഇഞ്ച് ഈ സൈഡും കൂടി ജോയിൻറ്റ് ചെയ്യാണ്ട് ആ 1 ഇഞ്ചിൽ ആ സൈഡും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് ഇട്ട ശേഷം നമുക്കിതിൻ്റെ ഫുള്ളായിട്ട് എത്ര ഫ്ലെയർ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഡ്രസ്സ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിന് ചെറിയൊരു പഫ് കൈയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ചെറിയ കുട്ടികളായതുകൊണ്ട് പഫ് കൈ ആവും കുറച്ചുകൂടെ ഭംഗി തോന്നിയതുകൊണ്ട് ഞാൻ പഫ് കൈയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടിഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. എപ്പോഴും ലെങ്ത്ത് 2 ഇഞ്ചോ 3 ഇഞ്ചോ 4 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ. എപ്പോഴും എല്ലാ ടൈപ്പ് മെറ്റീരിയലും കറക്റ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല, നല്ല കയറ്റിറക്കം വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാനാണ്. അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞങ്ങളെ മുകളിലിട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ. ഇതുപോലെ തന്നെ എല്ലാവരും മെഷർമെൻറ്റ് ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ ചെറിയൊരു ഫ്രോക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കാണാനുണ്ടോ? ചെറിയൊരു പഫും ചെറിയൊരു ഫ്ലെയറും വന്നിട്ട് ഇതുപോലെ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡ്രസ്സുമായി കാണാം. ഓക്കേ.